സ്മൃതി ഒറ്റ മിനിറ്റ്. ഇവിടെ എന്താണ് വൈകിയത് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം സൈബർ ലിഞ്ചിങ് നേരിട്ടിട്ടുള്ള ഒരാളാണല്ലോ സ്മൃതി. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്മൃതിക്ക് പിന്തുണ നൽകിയിട്ടുള്ളതുമാണ്. ഇവിടെ ഒരു നേതാവിനെ അല്ലെങ്കിൽ രണ്ട് നേതാവിനെ സൈബർ ലിഞ്ചിങ് നടത്തുകയാണ്. അല്ലെങ്കിൽ തെരുവിലിറങ്ങിക്കൊണ്ട് കോൺഗ്രസ്സുകാരെ മുഴുവൻ മോശമാക്കിക്കൊണ്ട് പ്രകടനങ്ങൾ നടത്തുന്നു, ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള ഫ്ലെക്സുകൾ കീറുന്നു. അത്തരത്തിലുള്ള ഏറ്റവും അരോചകമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നതുകൊണ്ട് ആണ് നേതാക്കന്മാരെ വീണ്ടും വിളിക്കേണ്ടി വന്നതും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നതും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സ് ACCക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനാര് വഴിവെച്ചാലും ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ മിണ്ടാതിരിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാരുണ്ട്. അവർ സംയമനം പാലിക്കുക. അവരെന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത്, ഇത്രയും വലിയ വിജയത്തിന് പ്രശ്നം ഉണ്ടാകരുതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ കുറെ ആളുകളെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൂടെ? കെ സുധാകരൻ വിചാരിച്ചാൽ കുറെ ആളുകളെ തെരുവിലേക്ക് വിട്ടുകൂടെ? അവരെല്ലാം മിണ്ടാതിരിക്കുന്നത് അവരുടെ ഒന്നും ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ പരിമിതിയാണ് എന്ന് കാണരുത്. ഇനി വേറൊരു കാര്യമാണോ? അല്ല നേതാക്കളുടെ ആഹ്വാനത്തിൽ ആണോ എന്നുള്ളത് അന്വേഷിക്കണമല്ലോ. അത് ACCക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ കേരളം മുഴുവൻ 28 പേരെ 50 പേരെ 100 പേരെയും വെച്ച് പല ഭാഗങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രകടനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ACCക്ക് അന്വേഷിക്കേണ്ട ചുമതലയുണ്ട്. സൈബർ ഇടങ്ങളിൽ അനാവശ്യമായി നേതാക്കന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാലൊന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. ലീഗിന്റെ ശ്രമമുണ്ട്, ഘടകകക്ഷികളുടെ ശ്രമമുണ്ട്, VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ശ്രമമുണ്ട്. അല്ലാതെ ഇത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഒരാളുടെ മാത്രം ഗുണം കൊണ്ട് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. മറ്റൊന്ന് ദീപ്തിക്കും എനിക്കും സൈബർ ലിഞ്ചിങ് നടന്നത് ഏതെങ്കിലും നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടാണ് ഞാൻ കരുതുന്നില്ല ദീപ്തി. അതെ സ്മൃതിക്കെതിരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്മൃതിയെ പറ്റി അനാവശ്യങ്ങൾ പറയുമ്പോൾ പല ജനങ്ങളും സാധാരണ ജനങ്ങൾ അതിനെ അനുകൂലിച്ചു പറഞ്ഞു. അതിന്റെ അർത്ഥം ആ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണോ? അപ്പോ സൈബർ ഇടങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ആൾക്കൂട്ടം പറയുന്ന കാര്യങ്ങൾ മാത്രം ആൾക്കൂട്ടത്തെ കൺസിഡർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങളുടെ അഭിപ്രായം എടുക്കണം. പക്ഷെ ആൾക്കൂട്ടം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തിലേക്ക് പോകാൻ ആൾക്കൂട്ടം വന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്നാണ് ദീപ്തി കരുതുന്നത്. പക്ഷേ നോക്കൂ, ദീപാദാസ് മുൻഷി വരുന്നുണ്ട് കേട്ടോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.